ശ്രീ ബി ജയരാജ്, ഈ SFI ഗുണ്ടാ വിളയാട്ടം ഒരിടത്ത് നടക്കുന്നു. CPM പാർട്ടി അംഗത്വത്തിലേക്ക് ഗുണ്ടകളെ ക്ഷണിച്ച് വരുത്തുന്നു. എന്തായാലും ഇത് CPM-നെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം അപജയമായ കാര്യമാണ്. കാരണം ഈ കഴിഞ്ഞ കാലത്തുണ്ടായ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷമൊക്കെ നടന്ന പല വിലയിരുത്തലുകളിലും ഉയർന്നു വന്ന ശബ്ദം എന്ന് പറയുന്നത് CPM പൊതുസമൂഹത്തിൽ നിന്ന്, പൊതുജനങ്ങളിൽ നിന്ന് അകലുന്നു എന്നാണ്. ഏറ്റവും ഒടുവിലായി കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടും അപ്രകാരം തന്നെയാണ് പറയുന്നത്. നേതാക്കളുടെ ധാർഷ്ട്യം എന്ന് എടുത്തു പറയുന്നുമുണ്ട്. പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കണമെന്ന്. ഇതാണോ ഇത്തരത്തിൽ ഈ ഗുണ്ടകളെ ഇതിലേ എന്ന് ക്ഷണിക്കുന്ന തരത്തിലേക്ക് CPM മാറിയിരിക്കുകയാണ്? ഇതിനകത്ത് ആദ്യം തൊട്ട് നമ്മൾ പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പുതിയൊരു തരം നറേറ്റീവ് ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ CPM-ന്റെ ബഹുജന സംഘടനകളായാലും തൊഴിലാളി സംഘടനകളായാലും വിദ്യാർത്ഥി സംഘടനകളായാലും CPM അനുകൂല സംഘടനകളെ കോർണർ ചെയ്തിട്ട് ഒരു അറ്റാക്ക് ഓരോ ദിവസവും നിയമസഭയിൽ ഓരോ അറ്റാക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അതൊരു സൈഡിൽ കൂടെ അതിനകത്തൂടെ പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തിരുത്തിയാലും നന്നാവത്തില്ല, കാര്യം തിരുത്തപ്പെടാത്തക്ക രീതിയിൽ ചീത്തയായിപ്പോയി എന്നുള്ള ഒരു നറേഷനാണ് പുതിയതായിട്ടിപ്പം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലുകളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാ ന്യൂസ് ചാനലുകളും ഒരു കാര്യം ഞാൻ ഇടപെട്ട് ചോദിച്ചോളട്ടെ. CPI-യുടെ ബിനോയ് വിശ്വം തന്നെ ഞാൻ പറയട്ടെ അല്ല ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി. കാരണം ഇവിടെ മാധ്യമങ്ങളും അല്ലെങ്കിൽ പൊതുസമൂഹവും ഒക്കെ ഇത്തരത്തിൽ ഈ ഇടത് ചിന്താഗതിയുള്ള വിദ്യാർത്ഥി സംഘടനകളെയും രാഷ്ട്രീയക്കാരെയും ഒക്കെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നു എന്നുള്ളത് കൊണ്ട് ചോദിച്ചതാണ്. CPI-യുടെ തന്നെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അല്ലേ പറഞ്ഞത് SFI നിങ്ങൾക്കൊരു ബാധ്യതയാകും, തിരുത്തിയേ മതിയാകൂ എന്ന്. അതിന് എത്ര പേരാണ് കുട പിടിച്ചത്? AK ബാലന്റെ മറുപടി ഉടനെ വന്നു. CPI-യുടെ പുറത്ത് SFI-യുടെ പുറത്ത് കയറാം എന്ന് ആരും കരുതണ്ട. ആർഷോയുടെ മറുപടി വന്നു. മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന പൊതുബോധത്തിൽ നിന്നുകൊണ്ട് ആരും ഇവിടെ പ്രസംഗം നടത്തണ്ട എന്ന്. എന്തിന്? വിദ്യാർത്ഥികളുടെ പ്രായത്തിന്റെ ചാബല്യം എന്നാണ് മുഖ്യമന്ത്രി തന്നെ വിശേഷിപ്പിച്ചത്. ഇവിടെ ആരാണ് ഇത്തരത്തിൽ ഇവരെ മാത്രം അല്ലെങ്കിൽ ഈ CPM SFI-കാരെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വിമർശിക്കുന്നത്? ഇവിടെയൊക്കെ തിരുത്താൻ തയ്യാറാകേണ്ട ഈ നേതാക്കളെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ. ഞാൻ പറയട്ടെ, ഇടയ്ക്ക് കയറി പറഞ്ഞില്ലെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ ബിനോയ് വിശ്വം പറഞ്ഞ കാര്യം. ബിനോയ് വിശ്വം പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായമാണ്. പിറ്റേന്ന് ബിനോയ് വിശ്വം തന്നെ തിരുത്തി പറയുണ്ടായി. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. പിന്നീട് കാര്യവട്ടം കോളേജിൽ പഠിച്ച ഒരാളാണ് ഞാനും, അവിടെ ജോലി ചെയ്യുന്ന അനിൽ നമ്പ്യാരൊക്കെ. അദ്ദേഹത്തിനൊക്കെ അറിയാം കാര്യവട്ടത്ത് 2 ടൈപ്പ് ഹോസ്റ്റലുണ്ട്. ഒന്ന് റിസർച്ച് ഹോസ്റ്റലുണ്ട്, മെൻസ് ഹോസ്റ്റലുണ്ട്, ലേഡീസ് ഹോസ്റ്റലുണ്ട്. അപ്പോൾ ഈ ഹോസ്റ്റലിനകത്ത് ചെറിയ തോതിലൊക്കെ റാഗിങ്ങും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഈ മെൻസ് ഹോസ്റ്റലിലാണ്. റിസർച്ച് ഹോസ്റ്റൽ എന്ന് പറയുന്നത് സത്യത്തിൽ കാര്യവട്ടം എന്ന് പറയുന്ന കേരളത്തിലെ JNU പോലെ ഒരു ഹയർ എഡ്യൂക്കേഷൻ സെൻ്ററാണ്. അവിടെ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്തും ഇതുവരെയും വിദ്യാർത്ഥി ഐക്യമാണ്. അവിടെ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ അവിടെ ജയിക്കാറില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവിടെ കുത്തകയില്ല. വിദ്യാർത്ഥി ഐക്യമായിട്ടാണ്. പലരുടെ ബാനറുകളൊക്കെ ഇതൊക്കെ വയ്ക്കുമെങ്കിലും വിദ്യാർത്ഥി ഐക്യമായിട്ടാണ് മത്സരിക്കുന്നത്. കക്ഷി തിരിഞ്ഞുള്ള രാഷ്ട്രീയ തിരിഞ്ഞുള്ള ഒരു പോരാട്ടം അവിടെ നടക്കാറില്ല. ഈ വർഷമാണ് FIUGP പ്രകാരം ഡിഗ്രി കുട്ടികളെ അവിടെ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഡിഗ്രി കുട്ടികളുടെ ഭാഗമായിട്ട് ചിലപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിലേക്ക് ശ്രമിക്കാൻ വേണ്ടിയിട്ട് സാൻ ജോസും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും കൂടെ അവിടെ വന്നിട്ട് ഒരു കട്ടൗട്ട് സ്ഥാപിക്കുകയുണ്ടായി. ആ കട്ടൗട്ട് സ്ഥാപിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ വിഷയം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ സാൻ ജോസിന് റിസർച്ച് ഹോസ്റ്റലിൽ ഒരു ഇടിമുറിയിൽ കൊണ്ടുപോയി ഇടിച്ചു എന്നാണ് പറയുന്നത്. അത് എവിടെയാണ്? റിസർച്ച് ഹോസ്റ്റലിലെ ഇടിമുറി. അവിടെ ഇടിമുറിയും ഇല്ല, അങ്ങനെ പേരിലും ഇല്ല, അല്ലാതെ ഒരു മുറിയിലും സാൻ ജോസിനെ എങ്ങും കൊണ്ടുവന്ന് പോയിട്ടില്ല. അപ്പോഴത്തേക്കും ഈ വിവരം അറിഞ്ഞുകൊണ്ട് തന്നെ കുട്ടികളുമായിട്ട് വിഷയം ഉണ്ടാകുന്നത് മനസ്സിലാക്കിയപ്പോൾ തന്നെ ചാണ്ടി ഉമ്മനും M. വിൻസെൻ്റ് MLA അവിടെ എത്തുകയും സുരക്ഷിതമായി തന്നെ അവൻ്റെ രേഖപ്പെടുത്തി, പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല എന്ന് രേഖപ്പെടുത്തി, അതെല്ലാം വീഡിയോ റെക്കോർഡ് ചെയ്തതിന് ശേഷമാണ് പുറത്തുവിട്ടത്. ഇന്ന് രാവിലെ സാൻ ജോസിനോടൊപ്പം ഉണ്ടായിരുന്ന വിദ്യാർത്ഥി അവിടെ വന്ന് സാൻ ജോസ് അവിടെ ഉപേക്ഷിച്ചിട്ട് പോയ ബൈക്ക് എടുക്കാനായിട്ട് വന്നു. അപ്പോൾ കുട്ടികൾ ചോദിക്കുന്നുണ്ട്, ഈ ബൈക്കിന് എന്തെങ്കിലും തകരാറ് പറ്റിയിട്ടുണ്ടോ? ഇല്ല. ടയർ 2 ശരിയാണോ നോക്കുക, എഞ്ചിൻ്റെ സൈഡ് നോക്കുക, അല്ലെങ്കിൽ നാളെ ഇതും ആരോപണമായിട്ട് വരും എന്നൊക്കെ അവർ തന്നെ പറയുന്നുണ്ട്. ആ റെക്കോർഡിംഗ് വീഡിയോ ഒക്കെ ഞാൻ കണ്ടതാണ്. ഈ സാൻ ജോസ് ഈ സംഭവം നടക്കുമ്പം പോലീസുകാരോടൊപ്പം ആരോഗ്യവാനായിട്ട് നിൽക്കുന്നതിന്റെ പിക്ചേഴ്സും വീഡിയോസും ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ലൈവ് റിപ്പോർട്ടിംഗും ഉണ്ടായിരുന്നു. തികച്ചും പരിക്ഷീണിതനായിട്ടാണ് ആ KSU പ്രവർത്തകനെ അവിടെ കാണപ്പെട്ടത് എന്ന് മാത്രമല്ല കൊലവിളി നടത്തിക്കൊണ്ട് SFI പ്രവർത്തകർ നന്നായിട്ട്. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കൊലവിളി നടത്തുന്ന SFI പ്രവർത്തകരെയും അങ്ങ് കണ്ടു കാണുമല്ലോ. അടുത്ത ദിവസം സമൂഹ മാധ്യമ വീഡിയോകൾ അല്ലാതെ അന്ന് അതേ ദിവസം എല്ലാ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി.
AKG സെന്ററിൽ ബോംബ് എറിഞ്ഞു. അന്ന് മാധ്യമങ്ങൾ എന്താണ് റിപ്പോർട്ട് ചെയ്തത്? IP ബിനു എന്ന് പറഞ്ഞ CPM-ന്റെ ഒരു മുൻ കൗൺസിലറാണ് ബോംബ് എറിഞ്ഞത് എന്നാണ് പറഞ്ഞത്. വാസ്തവം 2 വർഷം കഴിഞ്ഞ് അന്വേഷണം നടന്നപ്പോൾ ആരാണ് പിടിയിലായത്? കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകൻ. അത് സംഭവം നടന്നതിന് ശേഷം പുറത്തേക്ക് കടന്നതിന്റെ മുഖ്യ സൂത്രധാരൻ ഇപ്പൊ പിടിയിലായി. എന്നാൽ ഈ വിഷയത്തിൽ IP ബിനുവിനെ അപമാനിച്ച മാധ്യമങ്ങൾ ഒരു തിരുത്ത് കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മാധ്യമം? ഇതുപോലെയാണ് ഓരോ വിഷയങ്ങളുടെ മെറിറ്റിലേക്ക് നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് അത്തരം കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഇത് 2 കാര്യങ്ങൾ. യൂണിവേഴ്സിറ്റി കോളേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിവേഴ്സിറ്റി കോളേജ് നാഷണൽ അക്രഡിറ്റേഷൻ കിട്ടിയതിൽ A+, കിട്ടിയ ഒരു സ്ഥാപനമാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. മുമ്പ് അവിടെ അക്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഈ അടുത്ത കാലം വരെ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു 5 വർഷത്തിനുള്ളിൽ വരെ അക്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് ചെന്ന് നോക്കൂ. അവിടെ ഈ പറയുന്നത് പോലെ പ്രത്യേകിച്ച് ആർക്കും പിന്നെ റൂമുകളില്ല, യാതൊരു രീതിയിലുള്ള ഈ പറഞ്ഞ പോലെ സംവിധാനങ്ങളും അവിടെ ഇല്ല. എല്ലാവരും സ്വതന്ത്രരായിട്ട് സന്തോഷത്തോടുകൂടി പഠിക്കുന്ന ഒരു ക്യാമ്പസാണ്. അല്ല, ഈ റിപ്പോർട്ടുകൾ വരുമ്പോൾ ഇത്തരത്തിൽ റൂമുകളില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പക്ഷേ കൃത്യമായി ഭീഷണിപ്പെടുത്തൽ നടക്കുന്നുണ്ട്, ഇടിമുറികൾ നടത്തുന്നുമുണ്ട്, ഇടിമുറികളിൽ കൊണ്ടുപോയി മർദ്ദിക്കുന്നുമുണ്ട്. പക്ഷേ ശ്രീ ജയരാജ്, നമ്മളെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഗുണ്ടായിസം ഇങ്ങനെ എല്ലാ ദിവസവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തുടർന്നും ഉണ്ടാകും. കാരണം അവരെ തിരുത്താൻ ആരും തയ്യാറാകാത്തിടത്തോളം കാലം SFIയുടെ ഗുണ്ടായിസം തുടർന്നും ഉണ്ടാകും. പക്ഷേ ഇന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി വീണ ജോർജ് തന്നെ അഭിവാദ്യം അർപ്പിച്ച് പൂമാലയിട്ട് സ്വീകരിച്ച് അംഗത്വം കൊടുത്ത പ്രതി കാപ്പ കേസ് പ്രതിയാണ്. കാപ്പ കേസ് ഒഴിഞ്ഞു എന്നാണ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുടെ ന്യായീകരണം. പക്ഷേ പോലീസ് തന്നെ, പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. 11 കേസുകളിൽ പ്രതിയാണ്, കാപ്പ കേസ് ഒഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇനി ഒരു കേസിൽ കൂടി പ്രതിയാവുകയാണെങ്കിൽ നാടുകടത്തൽ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും. അതും അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റങ്ങൾ എന്താണെന്ന് താങ്കൾക്കും അറിയാമല്ലോ. കൊലപാതക ശ്രമം, സ്ത്രീകൾക്കെതിരായ അതിക്രമം, അങ്ങനെ നിരവധിയുണ്ട്. അത് മാത്രമല്ല, ഏറ്റവും ഒടുവിലായി അറിയുന്നത് ഈ 11 കേസുകളും രാഷ്ട്രീയ പിൻബലത്തിന് വേണ്ടി തന്നെ ചെയ്തതാണ് എന്നുള്ളതും കൂടി വരുന്നുണ്ട്. എന്തായാലും അത് പോലീസിന്റെ ഭാഷ്യമാണ്. എന്തായാലും ഈ കാപ്പ കേസ് പ്രതിയെ ഇത്തരത്തിൽ അംഗത്വം നൽകി CPM-ലേക്ക് ക്ഷണിക്കത്തക്കവണ്ണമുള്ള അംഗത്വ ബലക്കുറവ് ഉണ്ടോ CPM-ന്? ഇതിനകത്ത് കാപ്പ കേസ് ചാർത്തപ്പെട്ടിരുന്ന ഒരു പ്രതിയാണ് ഈ പറഞ്ഞ ആള്. അദ്ദേഹത്തിന്റെ കേസുകളെല്ലാം ഒഴിവായതിനു ശേഷമാണ് അതിന് പാർട്ടി മെമ്പർഷിപ്പിലോട്ട് പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്തോ എന്ന് എനിക്കറിയില്ല. പാർട്ടി മെമ്പർഷിപ്പ് എടുക്കുന്നതിന് കുറെ കടമ്പകളുണ്ട്. ഒന്നാമത് കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് കിട്ടണം. അതിനുശേഷം 1 വർഷത്തെ പ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം മാത്രമേ പെർമനന്റ് മെമ്പർഷിപ്പ് കിട്ടത്തുള്ളൂ. അതൊരു ലോങ് പ്രൊസീജിയറാണ്. അല്ലാതെ പാർട്ടി അംഗത്വം കൊണ്ടുവന്നു, അല്ലെങ്കിൽ കൊടി കൊടുത്ത് ചിലപ്പോൾ കൊടി പിടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കൊടി കൈമാറിയിട്ടുണ്ടാവും എന്നുള്ളത് വാസ്തവം. ഇല്ല ശ്രീ ജയരാജ്, താങ്കളിലേക്ക് എത്താം. പാർട്ടി അംഗത്വം തന്നെയാണ് കൊടുത്തത്. അതിന് നേതൃത്വം വഹിച്ചത് പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു തന്നെയാണ്. അദ്ദേഹത്തിന്റെ ചില ന്യായീകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അവിടെ മന്ത്രി വീണ ജോർജിന്റെ സാന്നിധ്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ തെളിവുകളായി നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. അതുമാത്രമല്ല, അദ്ദേഹത്തോടൊപ്പം ഈ ശരൺചന്ദ്രനോടൊപ്പം 62 പേരാണ് CPM-ലേക്ക് ചേർന്നത്. ശ്രീ ജയരാജ്, പാർട്ടി അംഗത്വത്തിലോട്ട് കൊണ്ടുവരാറില്ല. ഒരു ഫോട്ടോഗ്രാഫ് എടുത്ത് കാണിച്ചിട്ട് ആർക്കും അങ്ങനെ ചെങ്കടിയൊന്നും കൊടുത്ത് പാർട്ടി മെമ്പർഷിപ്പിലോട്ട് കൊണ്ടുവരാറില്ല. ഇനി അന്യ പാർട്ടിയിൽ നിന്ന് മാറി വന്ന ഒരാളാണെങ്കിൽ ചെങ്കടി കൊടുത്ത് സ്വീകരിക്കാറുണ്ട്. പരിശോധിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഫേസ്ബുക്ക് പോസ്റ്റ് മനസ്സിലാക്കിയാൽ അത് മാത്രം മതി. അദ്ദേഹത്തിന്റെ ചില ന്യായീകരണങ്ങൾ ഞാൻ കണ്ടിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ആർക്കും പാർട്ടി മെമ്പർഷിപ്പ് ഒന്നും കൊടുക്കാറില്ല. അതൊക്കെ തെറ്റായ ധാരണകളാണ്. അതൊക്കെ വളരെ തെറ്റായ ധാരണകളാണ്. എന്തായാലും ഉത്സവ ആഘോഷത്തിൽ തന്നെയാണ് ശരൺചന്ദ്രനെ സ്വീകരിച്ചത്.